പോലീസ് ഗുണ്ട മാഫിയ RSS കൂട്ടുകെട്ടിനെതിരെ മുസ്ലിം ലീഗ് SP ഓഫീസ് മാർച്ച് നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. മാർച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങളൊക്കെ ഇപ്പോ ഭരണകക്ഷി MLA നിരന്തരം ബോംബ് പൊട്ടിക്കുമ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിനേക്കാൾ എത്രയോ ഗൗരവത്തിൽ ഇവിടെ അരുതാത്തത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ജനങ്ങൾ മാലോകർ മുഴുവൻ അറിയുന്ന അത്ര ഉച്ചത്തിൽ ഞങ്ങൾ ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചതാണ്. ഇവിടെ അരുതാത്തത് എന്തോ നടക്കുന്നുണ്ട്. ഒരാളെ ജിബ്രി ആ കുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു. കസ്റ്റഡിയിൽ എടുത്തിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് അറിയില്ല. എവിടോ കൊണ്ടുപോയി പീഡിപ്പിച്ച് അവശരാക്കി അവസാനം മരണപ്പെട്ടപ്പോ കസ്റ്റഡിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ മരിച്ചു നിർക്കാറുണ്ടാക്കി എന്തൊക്കെയോ ചെയ്ത് പോസ്റ്റ്മോർട്ടം മാനേജ് ചെയ്യാൻ നോക്കി ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഇതിനേക്കാൾ ഭയാനകമായ രീതിയിൽ സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളൊക്കെ ആ കൊലക്കേസിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളൊക്കെ വളരെ ഗൗരവം MSFും അതുപോലെ തന്നെ യൂത്ത് ലീഗും അതിനെ തുടർന്ന് ലീഗ് അത് ഏറ്റെടുത്ത് UDF ഏറ്റെടുത്ത് ഞങ്ങള് കോൺഗ്രസും ഒക്കെ എല്ലാവരും വളരെ ഗൗരവമായി ഞങ്ങൾ അന്ന് ഈ വിഷയം അവതരിപ്പിച്ചതാണ്. അന്ന് ആ വിഷയം അവതരിപ്പിച്ച് നിരന്തരമായി സമരം ചെയ്യുകയും ഈ SP-യെ അന്നത്തെ SP സുജിത്ദാസിനെ മാറ്റിയിട്ടല്ലാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയില്ല എന്ന് പറയുകയും അതിനിടയ്ക്ക് നിയമസഭാ സമ്മേളനം വന്നപ്പോൾ ഞാനിപ്പോൾ ഓർമ്മ പുതുക്കുകയായിരുന്നു MLA-മാരോട് സംസാരിച്ചിട്ട്. ആ വിഷയം ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച് MLA-മാർ ഞങ്ങളെല്ലാവരും കൂടി മുഖ്യമന്ത്രിയെ പോയി കണ്ടു. ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങൾ അധ്യക്ഷനായിരുന്നു. പോലീസ് ഗുണ്ട മാഫിയ RSS കൂട്ടുകെട്ട് അന്വേഷിക്കുക, RSS പോലീസ് ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക, കുറ്റാരോപിതരെ സർവീസിൽ നിന്ന് നീക്കുക, പരാതികൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SP ഓഫീസ് മാർച്ച് നടത്തിയത്. മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളും നിയോജക മണ്ഡലം പഞ്ചായത്ത് മുനിസിപ്പൽ പ്രസിഡന്റ് സെക്രട്ടറിമാർ, പോഷക സംഘടനകളുടെ ജില്ലാ മണ്ഡലം നേതാക്കൾ എന്നീ ഭാരവാഹികളും MLA-മാർ, ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ എന്നീ ജനപ്രതിനിധികളും ആണ് മാർച്ചിൽ പങ്കെടുത്തത്. കേസുകളുടെ എണ്ണം പെരുപ്പിച്ചും മറ്റു ജില്ലകളിൽ നിസ്സാര വകുപ്പുകൾ പ്രകാരം നടപടിയെടുക്കുന്ന വിഷയങ്ങളിൽ മലപ്പുറത്ത് മാത്രം ഗൗരവമുള്ള ഗുരുതര വകുപ്പുകൾ ചാർത്തി കേസെടുക്കുകയും ജില്ലയെ ഭീകരന്മാരുടെയും ക്രിമിനലുകളുടെയും താവളമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പോലീസ് മേധാവികളെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ഇത് രാഷ്ട്രീയ പ്രേരിതമായ ദുരാരോപണമാണെന്ന് മറുപടി പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു ഭരണകൂടം. ഇപ്പോൾ അതിക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും സ്ത്രീ പീഡനങ്ങളുടെയും സ്വർണ്ണ കവർച്ചകളുടെയും RSS നേതാക്കളുമായുള്ള ബന്ധങ്ങളുടെയും ഫോൺ ചോർത്തലുകളുടെയും ചുരുളുകൾ അഴിയുന്നു. ഇത്തരം ആളുകളെ സ്ഥലം മാറ്റുകയല്ല, സർവീസിൽ നിന്ന് തന്നെ മാറ്റുകയാണ് ചെയ്യേണ്ടതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്റർ,
MLA മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, പി ഉബൈദുള്ള, M അലി, കുറുക്കോളി മൊയ്തീൻ, UA ലത്തീഫ്, UDF കൺവീനർ അഷ്റഫ് കോക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 99 മലപ്പുറം.